Very good evening to all. ലൈഫ് ലേണിംഗിന്റെ വെബിനാറിന്റെ ഒരു പുതിയ എപ്പിസോഡാണ്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികളുമായി സംവദിക്കുന്ന ഒരു സമയം, കുറച്ച് സമയം പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് വളരെ സ്നേഹത്തോടു കൂടി ചില കാര്യങ്ങൾ ഉണർത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സെഷന്റെ ഉദ്ദേശം. സ്വാഭാവികമായിട്ടും 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ LKG-യിലേക്കോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഏറ്റവും കുഞ്ഞു ക്ലാസ്സുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിന്റെ ഒരു സന്തോഷവും നമുക്കൊക്കെ നോക്കിക്കാണാനും വായിച്ചെടുക്കാനും കഴിയും. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെയൊക്കെ നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ട്. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ സ്കൂളിലേക്ക് പോയ ആദ്യകാലങ്ങളെ കുറിച്ച് നമുക്ക് വലിയൊരു ഓർമ്മകളുണ്ട്. ആ ഓർമ്മകൾ ഭയങ്കരമായ മെമ്മറീസുകൾ. ആ മെമ്മറീസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് മുഴുവൻ ആ ഓർമ്മകളാണ്. ഏത് സമയത്തും അത് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ഫീലിംഗ് ആണ്. എന്നാലും നമ്മളിങ്ങനെ ആലോചിക്കും, നമ്മുടെ സ്കൂൾ ഓർമ്മകളിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കുറെ ഓർമ്മകളാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും സ്കൂളുകൾ ഓർമ്മകൾ നൽകുന്നതിനപ്പുറത്ത്, അല്ലെങ്കിൽ പഠനം കിട്ടുന്നതിനപ്പുറത്ത് എവിടെയൊക്കെ നമുക്ക് പോരായ്മകളോ എന്തെങ്കിലും ഉണ്ടോ, അത് രക്ഷിതാവിന്റെ പ്രശ്നമാണോ, കുട്ടിയുടെ പ്രശ്നമാണോ, അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ പ്രശ്നമാണോ, എവിടെയാണെന്നുള്ള ഒരു ചെറിയ ചർച്ചകളിലൂടെ, മാത്രമല്ല ഈ ഒരു അക്കാഡമിക് ഇയർ, പുതിയ അക്കാഡമിക് ഇയറിലേക്ക് കടക്കുന്ന രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും തരാൻ പറ്റുന്ന മികച്ച സമയത്തിൽ തരാൻ പറ്റുന്ന ഒരു മികച്ച ചില നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണോ നമ്മുടെ ഇന്നത്തെ സെഷന്റെ പ്രത്യേകത. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ശരിക്കും സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വീട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. വീട് ഏറ്റവും ലവബിൾ പേഴ്സൺസ് നിൽക്കുന്ന, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്നവരുള്ള ഒരു കൂടം, ഒരു ചെറിയ കൂടാരമാണ്, അല്ലെങ്കിൽ ചെറിയ ഒരു ഇടമാണ് നമുക്ക് വീടെങ്കിൽ, സ്കൂൾ കുറച്ചും കൂടി അലാബ്സ്ഡ് ആണ്, കുറച്ചും കൂടി വലുതാണ്, കുറച്ചും കൂടി എക്സ്പാൻഡഡ് ആണ്. അതിന് നമ്മൾ ചില അർത്ഥങ്ങളും അതുമായി ബന്ധപ്പെട്ട് കൊടുക്കാറുണ്ട്. സ്കൂൾ എന്നതിനെ നമുക്ക് അറിവ് കിട്ടുന്ന ഇടമായിട്ടാണോ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. സ്വാഭാവികമായിട്ടും സ്കൂൾ എന്ന് പറയുന്നത് ഒരു സാമൂഹിക സുരക്ഷാ കേന്ദ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് സ്കൂളിനെ വിളിക്കാം. സ്കൂളിൽ നിന്ന് നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്, അറിവ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ നോളജസ്, സോഷ്യൽ ഇടപെടലുകൾ കിട്ടുന്നുണ്ട്. ഒരു പുതിയ ലോകത്തെ കുറിച്ചുള്ള വലിയ അറിവുകൾ മുഴുവൻ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ഇടമാണ്, അല്ലെങ്കിൽ ഒരു ഭാഗമാണ് സ്കൂൾ. പലപ്പോഴും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് സ്കൂളിലെ അധ്യാപകരോടോ രക്ഷിതാക്കളോടോ എന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് പറയാൻ പറ്റാതെ. സ്കൂൾ തുറക്കുമ്പോൾ 1ാം ക്ലാസ്സുകാർക്കോ അല്ലെങ്കിൽ LKG കുട്ടിക്കോ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം എന്താ വെച്ചാൽ, നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ പുസ്തകങ്ങൾ പുതുതാണ്, ബെഞ്ച് പുതുതായിരിക്കും, സ്കൂളിന് പുതിയ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരിക്കും, പുതിയ കൂട്ടുകാരെ കിട്ടും, മഴ പെയ്യുന്നു, മഴയത്ത് കളിക്കാം, കുട പിടിക്കാം, ഈ കുട പിടിച്ചു കഴിഞ്ഞാൽ ഈ വലിച്ചെറിയാം, വീണ്ടും മഴ കൊണ്ട് വീട്ടിലേക്ക് വരാം. അങ്ങനെയുള്ള കുറേ ഫീലിങ്ങുകളാണ് സ്കൂളിൽ തുറക്കുന്ന സമയത്ത് കുട്ടിക്കുള്ളതെങ്കിൽ, ഞങ്ങൾ ആലോചിച്ച് നോക്കി, രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം തുറക്കുന്ന സമയത്ത് കുറേയേറെ ആദികളുണ്ട്. എന്തൊക്കെയാണ് രക്ഷിതാവിന്റെ മനസ്സിലുണ്ടാവുക എന്നുള്ള, ഒരു ആദ്യത്തെ ക്ലാസ്സിലേക്ക് എത്തുന്ന കുട്ടി മുതൽ 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 5 മുതൽ 6, 7, 8, 9 നമ്മൾ പറയുന്ന ഇത്തരം ഓരോ ക്ലാസ്സിലെയും ഒരു പുതിയ അധ്യയന വർഷത്തിൽ പുതിയ തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും നമുക്ക് ചിന്തയുണ്ടാവും. ഈ വർഷം എൻ്റെ മകന്റെ അവസ്ഥ എന്താവും, ഈ വർഷമെങ്കിലും നമുക്കൊന്ന് ഉഷാറാക്കണം. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ചില്ലറ കാര്യത്തിലൂടെ പോയിന്റ് ഔട്ട് ചെയ്ത് മാത്രമായിരിക്കും ഈ സെഷൻ പോവുക. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, ഞാൻ സിമ്പിളായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്ര മാത്രമാണ്. നമ്മുടെ ഈ അക്കാഡമിക് ഇയറെങ്കിലും നമുക്ക് നന്നാക്കാൻ പറ്റണം. എല്ലാവരും മനസ്സിലങ്ങനെ തന്നെയാണെങ്കിൽ എനിക്കൊരു ഒരു ലൈക്കൊക്കെ ഇടാം, ഒരു തമ്പൊക്കെ എനിക്ക് തരാം. എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ഈ അക്കാഡമിക് ഇയറെങ്കിലും എൻ്റെ കഴിഞ്ഞ വർഷം മോശമാണെന്ന് പറഞ്ഞില്ല, ഞാൻ കുറച്ചുകൂടി മാറ്റി പറയാൻ, ആ വോയിസിന് ചെറിയ ടോണ് ഞാൻ ഒന്ന് മാറ്റി പിടിക്കുകയാണ്. ഈ അക്കാഡമിക് ഇയർ കഴിഞ്ഞതിനേക്കാൾ മികച്ചതാക്കാൻ നമുക്ക് ശ്രമിക്കണം. അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇന്ന് വരെയുള്ള അല്ലെങ്കിൽ നാളെ വരെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വെച്ചു എന്ന് വിശ്വസിക്കുകയോ, അല്ലെങ്കിൽ മറ്റന്നാളോ നിങ്ങൾ ചെയ്യാൻ പോകുന്നു, കുട്ടിയുടെ യൂണിഫോമോ ഒക്കെയാണ്. കുട്ടിയുടെ പുസ്തകങ്ങൾ ഏറെക്കുറെ സ്കൂളിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പുസ്തകങ്ങൾക്ക് കവറുകൾ വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ രക്ഷിതാക്കളും ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തവർ എന്നാലും സ്കൂൾ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്യും. കുട്ടി ചോദിക്കുന്നത് എന്തും കൊടുക്കാൻ ഒരുങ്ങി നിൽക്കുന്ന രക്ഷിതാവാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്കം സംടൈംസ് നമുക്ക് കിട്ടുന്നില്ല. എസ്പെഷ്യലി ഈ പ്രത്യേക കാലത്ത് നമ്മൾ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചാൽ, ഈ ലഹരിയും മയക്കുമരുന്നും ഇങ്ങനെയുള്ള കുറെ കുട്ടികളുടെ ബിഹേവിയറൽ
ചേഞ്ചസുകൾ ഉണ്ടാവാൻ പേടിക്കുന്ന കാലമാണ്. ഇവിടെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നു എന്ന് പറയുമ്പോൾ സ്കൂളിനല്ല പേടി, സ്കൂളിന്റെ പരിസരങ്ങളെ പേടിയുണ്ട്, സ്കൂളിന്റെ ചിലപ്പോൾ അയൽപ്പക്ക പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന മറഞ്ഞിരിക്കുന്ന ആളുകളെ പേടിയുണ്ട്. ഇവിടെയൊക്കെയുള്ള ഇത്തരം ഒരു പേടി മനസ്സിൽ വെച്ചിട്ട് കൂടിയാണ് നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് അവസാന ഗ്യാപ്പിന്റെ സംസാരത്തിന്റെ ഇടയിൽ നമുക്ക് സംസാരിക്കാം. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയാണ്. സ്കൂളിലേക്ക് കുട്ടിയെ പറഞ്ഞേക്കുമ്പോൾ, ഒരു കുട്ടിയെ പറഞ്ഞേക്കുമ്പോഴുള്ള പ്രത്യേകമായ നമ്മളെ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് ഇതാണ്. പക്ഷെ പറഞ്ഞേക്കുമ്പോഴുള്ളതാണ് ആ പ്രശ്നം. അതിന് പറഞ്ഞേക്കുന്നത് ആരാണ്? അപ്പൊ സ്കൂളിൽ നിന്ന് പറഞ്ഞേക്കുന്ന രക്ഷിതാവാണ്, പറഞ്ഞയക്കപ്പെടുന്നത് കുട്ടികളാണ്, അവിടെ സ്വീകരിക്കപ്പെടുന്നത് അധ്യാപകരും മാനേജ്മെന്റുമാണ്. ഇങ്ങനെയാണ് ഒരു സിസ്റ്റം പോകുന്നത്. ഇവിടെ സെന്റർ ആയ അധ്യാപകൻ, സെന്റർ എന്ന് പറയുന്ന രക്ഷിതാവ് ഒരു മെസ്സേജ് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഒരു മീഡിയം വഴി ആ കുട്ടിയെ എന്തിനു വേണ്ടി റിസീവർ അടുത്തേക്ക് അയക്കുകയാണ്. അപ്പൊ അയാൾക്ക് അയാൾക്ക് കിട്ടേണ്ട കാര്യം അധ്യാപകനിലും എത്തണം, അധ്യാപകനിൽ നിന്നും തിരിച്ചു വരുന്ന സാധനമായിരിക്കണം രക്ഷിതാവിൽ എത്തേണ്ടത്. ഇതിന്റെ ഇടയിലുള്ള ഒരു വ്യവഹാരങ്ങളാണ് സ്കൂളിൽ നടക്കുന്നത്. ഒരു നോളജ് ഷെയറിങ് മാത്രമല്ല, ചില വ്യവഹാരങ്ങൾ, അതിൽ ബിഹേവിയർ ഉണ്ട്, അതിൽ എഡ്യൂക്കേഷൻ ഉണ്ട്, അതിൽ പിന്നെ ലീഡർഷിപ്പ് ഉണ്ട്. ആ കുട്ടിയുടെ A to Z ഉൾപ്പെടുന്ന ചില വ്യവഹാരങ്ങൾ നടക്കുന്നു എന്നുള്ള ഈ വ്യവഹാരങ്ങൾക്കിടയിൽ സ്കൂളും വീടും കുട്ടിയും രക്ഷിതാവും ടീച്ചറും മാനേജ്മെന്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ റിലേഷൻഷിപ്പ് ബോണ്ടിങ്, ഇമോഷണൽ ബോണ്ടിങ് ഉൾപ്പെടെ ഈ റിലേഷൻഷിപ്പ് ബോണ്ടിങ് മനോഹരമാക്കാൻ നമുക്ക് പറ്റണം. ഞാൻ അതിനകത്ത് ഇങ്ങനെ പറയാണ്, എന്തൊക്കെയാണ് ശരിക്കും സ്കൂളിൽ നടക്കുന്നത്, ശരിക്കും നമ്മുടെ കുട്ടിയുടെ പ്രശ്നങ്ങൾ എന്താ, എല്ലാവരും ഒന്ന് പറ്റാവുന്നവർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന, എൻ്റെ കുറേ ക്ലാസ് കേൾക്കുന്നതിനപ്പുറത്ത് ഞാൻ ചില കാര്യങ്ങളിലൂടെ പോവാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന, എൻ്റെ കുട്ടിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, സ്കൂളിലേക്ക് പ്രതീക്ഷിക്കുന്ന, ഈ വർഷമെങ്കിലും എൻ്റെ കുട്ടി ഇങ്ങനെയാവണമെന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ പറ്റാവുന്നവർക്ക് ടൈപ്പ് ചെയ്ത് വിടാം. ഞാനത് നോക്കാം. എന്താണ് ഈ ഒരു ഓൺലൈൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇതിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവുക എന്നുള്ള. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഒരു കുട്ടി എന്ന നിലയ്ക്ക് എൻ്റെ കുട്ടിയിൽ നിന്ന് എന്ത് കിട്ടണമെന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഏറ്റവും മോസ്റ്റ് വൺ ഏതാണ്, ഏറ്റവും പ്രധാന പ്രയോറിറ്റിയിൽ ഏറ്റവും നമ്പർ 1 നിൽക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. കുട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വെക്കാം. ഇവിടെ ആലോചിച്ച് നോക്കൂ, ശരിക്കും സ്കൂളിങ്ങിൽ നടക്കുന്ന കാര്യങ്ങൾ ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളതാണ്. ഇൻഫർമേഷൻ കിട്ടുക, പക്ഷെ ശരിക്കും സംഭവിക്കുന്ന ഒരു സാധനമാണ് എഡ്യൂക്കേഷണൽ ഡിസ്ലെക്സിയ. ഒരു വാക്കാണ് എഡ്യൂക്കേഷണൽ ഡിസ്ലെക്സിയ. എന്താണ് എഡ്യൂക്കേഷണൽ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞ വാക്ക്? ശരിക്കും കിട്ടാൻ പോകുന്ന എല്ലാ കാര്യം നമ്മൾ വിചാരിക്കുന്നു സ്കൂളിൽ നിന്ന് എല്ലാം കിട്ടുന്നു. നമ്മൾ ഏറ്റവും നല്ല സ്കൂളിലായിരിക്കും കുട്ടിയെ ചേർക്കുന്നത്. അവിടെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഉണ്ട്, മികച്ച ഫെസിലിറ്റീസ് ഉണ്ട്, മികച്ച അധ്യാപകനുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും കിട്ടാത്ത അവസ്ഥ. ആം ഐ റൈറ്റ്? എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും കിട്ടാത്ത, ലാംഗ്വേജ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവൻ കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ അവൻ എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യുന്നില്ല, അവൾക്ക് ഏറ്റവും മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. ഈ ഒരു ടേമിന് ഉപയോഗിക്കുന്ന പേരാണ് എഡ്യൂക്കേഷണൽ ഡിസ്ലെക്സിയ. ഒന്നും കിട്ടാത്ത അവസ്ഥ ഒരു കുട്ടിയിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ യെസ് അടിക്കുക, ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക. ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങളുടെ മക്കളിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് ലൈക്ക് അടിക്കാം. ഞാൻ മെസ്സേജസ് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പിന്നെ അങ്ങനെ ഒരു അവസ്ഥ, എല്ലാം പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നലുകൾ ഉണ്ടെങ്കിൽ ആ തോന്നലുകളെ നമുക്ക് ഒന്ന് നോക്കാം. ആ തോന്നൽ യെസ് ഓർ നോ? യെസ്. സ്കിൽ ഡെവലപ്മെന്റ് പ്രതീക്ഷിക്കുന്നു. വെരി ഗുഡ്. ആൻഡ് യെസ്, നോക്കിയാൽ ഞാൻ ഒരു കാര്യം പറയുന്നത്, ഇതെല്ലാം കിട്ടാത്ത അവസ്ഥ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിന് കാരണം എത്രയാണ്? നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. രക്ഷിതാക്കളെയും കാറ്റഗറൈസ് ചെയ്യാം, അധ്യാപകരെയും കാറ്റഗറൈസ് ചെയ്യാം. ഈ രക്ഷിതാക്കളെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ പറയുന്നതിൽ ഏത് ടൈപ്പ് രക്ഷിതാക്കളിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് എന്ന് പറയാൻ പറ്റുമോ? ഒന്നാമത്, ഏറ്റവും ജോലിയുള്ള രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് യെസ് അടിക്കും. ജോലിയുള്ള രക്ഷിതാക്കളുടെ കൂട്ടത്തിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ഒരു യെസ് അടിക്കാം. രണ്ടാമത്തതാണ്, അത്യാവശ്യം വിവരങ്ങളുമുണ്ട്, കുറച്ച് സമയവുമുണ്ട്, ജോലിയുണ്ട്, അതിൻ്റെ കൂടെ അത്യാവശ്യം വിവരമുണ്ട്, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ബോധം, ടോട്ടൽ നോളജ് എന്ന് അതിനെ വിളിക്കാം. എല്ലാത്തിനെ കുറിച്ചും ഒരു നോളജ് ഉള്ളതിനെ നമുക്ക് വിളിക്കുന്ന പേരാണ് ടോട്ടൽ നോളജ്. അപ്പൊ അത്യാവശ്യം വിവരങ്ങളുമുണ്ട്, എന്നാൽ കുറച്ച് സമയമുള്ള രക്ഷിതാവുണ്ട്, രണ്ടാമത്തെ രക്ഷിതാവ്. മൂന്നാമത്തെ രക്ഷിതാവ് നോക്കി, തീരെ ശ്രദ്ധയില്ലാത്ത രക്ഷിതാവ്, ഒന്നിനെ കുറിച്ചും ബോധമില്ല, രാവിലെ സ്കൂളിലേക്ക് വിടുന്നു, വൈകുന്നേരം സ്കൂളിൽ തിരിച്ചു വരുന്നു, ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത മൂന്നാമത്തെ തരത്തിലുള്ള ഒരു രക്ഷിതാവുണ്ട്. നാലാമത്തെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ
ഒറ്റ കുട്ടി മാത്രമുള്ള പേരൻസ്, ഒരു കുട്ടി മാത്രമുള്ള പേരൻസ്, ഈ ബിഹേവിയറൽ ചേഞ്ചസ്, ബിഹേവിയറൽ പ്രോബ്ലംസുകളാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഇടയിൽ പ്രയാസം, രക്ഷിതാക്കൾക്കിടയിലും കുട്ടികളുടെ ബിഹേവിയറിലും പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ അതിന്റെ കേസ് സ്റ്റഡീസ് നടത്തുമ്പോൾ ഒറ്റ കുട്ടിയുള്ള രക്ഷിതാക്കളിൽ ഇങ്ങനെ സാധ്യതകൾ പലപ്പോഴും കണ്ടതായി വാർത്തകളിൽ കാണാറുണ്ട്. അപ്പോൾ ഒറ്റ കുട്ടികളുടെ രക്ഷിതാവ് 3-4 തരത്തിലുള്ള പേരൻസിനെയാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഒന്നാമത്തെ പേരൻസ് നല്ല തിരക്കുള്ള ജോലിയുള്ള രക്ഷിതാവ്, രണ്ടാമത്തെ കുറച്ച് സമയമുണ്ട്, കുറച്ച് വിവരമുള്ള രക്ഷിതാവ്, മൂന്നാമത്തെ ശ്രദ്ധയില്ലാത്ത രക്ഷിതാവ്, നാലാമത്തത് ഒരു കുട്ടിയുള്ള രക്ഷിതാവ്. ഇതിൽ ഏതാണ് നിങ്ങൾ ഉൾപ്പെടുക എന്നുള്ളത് നിങ്ങൾ സെൽഫായിട്ട് ഒന്ന് അസസ് ചെയ്യാൻ പറ്റുമെങ്കിൽ. സെക്കൻഡ്, ടു ടൈപ്പ് പാരന്റ് വരുന്നുണ്ട്. യെസ്, ദെൻ ഞാനിങ്ങനെ വാച്ച് സെക്കൻഡ് ടൈപ്പ് എക്സാമ്പിൾ, കുറച്ച് സമയമുണ്ട്. യെസ്, വെരി ഗുഡ്. ഇത്തരം ടൈപ്പിലുള്ള രക്ഷിതാവ് ഇവിടെയാണ് കുട്ടിക്ക് കിട്ടേണ്ട നമ്പർ 1, നമ്പർ 2, നമ്പർ 4. വെരി ഗുഡ്, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. ഈ സമയത്ത് ഈ ടൈപ്പ് രക്ഷിതാവ് എങ്ങനെയാണ് കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ഈ ജോലിയുള്ള രക്ഷിതാക്കൾക്കുള്ള പ്രശ്നം, അച്ഛനും അമ്മക്കും വാപ്പാക്കും ഉമ്മാക്കും ജോലി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു പ്രശ്നം ഇവിടെയുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, കുട്ടിയുടെ എഡ്യൂക്കേഷനിലേക്ക് പൂർണ്ണമായിട്ടും ആർക്കെങ്കിലും ഒരാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ എന്ത് ചെയ്യുന്നു, വല്ലാത്ത പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. അവൻ അതിന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവന്റെ എഡ്യൂക്കേഷൻ എവിടെ എത്തി അതിന്റെ കൂടെ തന്നെ രക്ഷിതാക്കൾ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഇത് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും സ്കൂളിലെ അധ്യാപകനെ പഴിചാരും, അല്ലെങ്കിൽ അധ്യാപികയെ പഴിചാരും, അധ്യാപകർ തിരിച്ചു പഴിചാരും. ഞങ്ങൾ ആരെ പഴിചാരുന്നു? എൻ്റെ കുട്ടിയല്ല പ്രശ്നം, അവർക്ക് വീട്ടിൽ തീരെ നോക്കാൻ സമയമില്ലാത്തതാണ്. ഇവിടെ ഇവരോട് ഞാൻ പറയുന്ന ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ, ആരെങ്കിലും ഒരാൾ ഈ ചുമതല സ്വന്തമായി വഹിക്കണം. തൻ്റെ കുട്ടിയുടെ പഠനത്തിന്റെ ചുമതല ഒരു മന്ത് ഞാൻ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് നിങ്ങളാണ്. എങ്ങനെ എന്തെങ്കിലും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിക്കൊണ്ട് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനം നമ്മൾ തമ്മിലുള്ള ഒരു പിന്നെ MOU ഒക്കെ ഉണ്ടാക്കി, നിങ്ങൾ തമ്മിലുള്ള ഒരു MOU ഒക്കെ ഉണ്ടാക്കി അതിലൊരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒന്നാമത്തെ. നോക്കൂ, രണ്ടാമത്തെ രക്ഷിതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ടു ടൈപ്പ് പാരൻസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത്. ടു ടൈപ്പ് പാരൻസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകത്തുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും നല്ല ബോധമുണ്ടേ. ഈവൻ സ്കൂളിൽ എന്താ നടക്കേണ്ടത് എന്നതിനെ കുറിച്ച് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനിങ് പവർ കൂടുതലുള്ള രക്ഷിതാവ്. നമ്മൾ ചോദ്യം ചെയ്യാൻ ഏറ്റവും കൂടുതൽ പോകുന്ന ആളുകളാണ്. ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ, സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അധ്യാപകൻ പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് നോക്കുന്നില്ല, ഇങ്ങനെയുള്ള കുറേ മറ്റുള്ളവന്റെ ചുമതലയെക്കുറിച്ച് അതിയായ ബോധമുണ്ട്, എന്നാൽ സ്വന്തം ചുമതലയെക്കുറിച്ച് അത്ര ബോധം ഉണ്ടാവില്ല, സമയമുണ്ട് എന്നുള്ളവരാ ഇതിൽ. പക്ഷെ ഈ കൂട്ടത്തിൽ തന്നെ ചില രക്ഷിതാക്കൾ നന്നായി കുട്ടികളെ എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. ഇവിടെ ഈ പ്രശ്നം സംഭവിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഒരു ഹയർ എൻഡ് ക്ലാസ്സുകളിലേക്ക്, ഏകദേശം ഒരു 6th, 7th, 8th അല്ലെങ്കിൽ +1, +2 ഒക്കെ ക്ലാസ്സുകളിലേക്ക് കുട്ടികൾ എത്തുന്നതോടുകൂടി ശരിക്കും 10ാം ക്ലാസ്സിന് ശേഷം രക്ഷിതാക്കളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതിന്റെ മുന്നേ നമ്മൾ നേരാവണ്ണം ശരിക്കും കുട്ടിയെ നോക്കേണ്ട പ്രായം KG മുതൽ 4ാം ക്ലാസ് വരെ രക്ഷിതാവ് തീർച്ചയായും കുട്ടിയുടെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുട്ടി ഒറ്റക്ക് പഠിക്കുന്ന, ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന, പിൻ ഡ്രോപ്പ് സൈലൻസിൽ പഠിക്കുന്ന തരത്തിലേക്ക് കുട്ടി ഓട്ടോമാറ്റിക് മാറുന്ന രക്ഷിതാവ് എന്ന നിലക്ക്. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഈ രക്ഷിതാവ് കുട്ടിയെ കുറിച്ച് കുറച്ച് ബോധമുണ്ട്, കുട്ടി എന്തെങ്കിലും ആവണമെന്നൊരു ആഗ്രഹം ആ രക്ഷിതാവിന്റെ ഉള്ളിലുണ്ട്. കുട്ടി രക്ഷിതാവ് പിന്നെ ആരോട് പറയുന്നുണ്ട്, ടീച്ചറോട് പറയുന്നുണ്ട്. പക്ഷേ ചില രക്ഷിതാക്കൾക്ക് മാത്രമേ കുട്ടികൾ എന്ത് ചെയ്യാൻ പറ്റുന്നു, നോക്കാൻ പറ്റുള്ളൂ. ചില രക്ഷിതാക്കൾക്ക് കുട്ടിയെ നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടും ഈ കുട്ടിയുടെ പോരായ്മകൾ സംഭവിക്കുന്നു. ഇവിടെ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, രക്ഷിതാക്കൾ നിർബന്ധമായും തൻ്റെ കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചറുമായി നിരന്തരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള. മന്ത്ലി ടീച്ചറായിട്ട് റിവ്യൂ എടുക്കുക. ഈ വർഷം ജൂണിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ ആദ്യം പറയേണ്ടത് കുട്ടികളോട്, ടീച്ചർമാരോട് പറയണം, ടീച്ചർ അധ്യാപകരോട് പറയണം, നിങ്ങൾ പ്രിൻസിപ്പൾ അടുത്ത് പോയി പറയണം, പ്രിയപ്പെട്ട പ്രിൻസിപ്പൾ അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിലെ ടീച്ചറോട് പറയണം, എൻ്റെ കുട്ടിയുടെ ഒരു മാസം നിങ്ങളൊന്ന് എൻ്റെ കുട്ടിയെ നോക്കൂ, ഇത് ഈ അക്കാദമിക് വർഷം എനിക്കൊന്ന് എൻ്റെ മക്കളെ നന്നായി നോക്കണം എന്ന് എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒരു മാസം നിങ്ങൾ എൻ്റെ കുട്ടിയെ നന്നായി പഠിപ്പിക്കൂ, 1-2 മാസം നിങ്ങൾ നന്നായി പഠിപ്പിക്കൂ, എന്നിട്ട് എനിക്കൊരു കൃത്യമായ റിപ്പോർട്ട് നിങ്ങൾ തരൂ. എൻ്റെ കുട്ടിയുടെ വീക്ക് സൈഡ് ഏതാണ്, എൻ്റെ കുട്ടിയുടെ പോസിറ്റീവ് സൈഡ് ഏതാണ്, ഞാൻ അവന് എന്ത് അഡീഷണൽ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്, ഞാൻ എന്ത് റെമഡിയൽ ഓപ്ഷൻ
എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് ഒരു രക്ഷിതാവ് കൃത്യമായി ആക്ഷേപമില്ലാതെ കുറ്റമല്ലാതെ ഒരു ടീച്ചറോട് നേരത്തെ ജൂൺ 1-നോ 2-നോ 3-നോ തൻ്റെ കുട്ടിയുടെ രക്ഷിതാവിന്റെ തൻ്റെ കുട്ടിയുടെ ടീച്ചർ ആരെന്ന് കണ്ടെത്തി ആ ടീച്ചറോ പ്രിൻസിപ്പളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിന്റെ ഫീഡ്ബാക്ക് 1 മാസമോ 2 മാസമോ കഴിഞ്ഞ് വാങ്ങി വെച്ച് അതിന്റെ മുകളിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് ഉള്ള മെസ്സേജ്. അതല്ലാതെ ഫസ്റ്റ് ടൈമിനൽ എക്സാമിനേഷൻ കഴിഞ്ഞു, സെക്കൻഡ് ടൈമിനൽ എക്സാമിനേഷൻ കഴിഞ്ഞു, ഫൈനൽ ഇയർ എക്സാം സമയത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ടിട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കിയിട്ട് അയ്യോ ഫിസിക്സിൽ മാർക്കില്ല, അയ്യോ EVS മാർക്കില്ല എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു നേട്ടവും ഇല്ല എന്ന് മാത്രമല്ല ആ കുട്ടി സാധാരണ കുട്ടികളിൽ കൂട്ടത്തിൽ ഒരു കുട്ടിയായിട്ട് മാത്രമേ ടീച്ചർ എടുക്കുന്നുള്ളൂ എന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കൾ മനസ്സിലാക്കുക. അതുകൊണ്ട് രക്ഷിതാവിന് ബോധമുണ്ട് എൻ്റെ കുട്ടിയെക്കുറിച്ച്, ആഗ്രഹമുണ്ട് എൻ്റെ കുട്ടിയെക്കുറിച്ച് എന്ന് ടീച്ചർക്ക് ഏത് സമയം തോന്നുന്നുവോ ആ സമയം മുതൽ നിങ്ങളുടെ കുട്ടി ആ ടീച്ചറുടെ സ്പെഷ്യൽ കെയറിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ മൂന്നാമത്തെ ഒരു രക്ഷിതാക്കൾ, ശ്രദ്ധയില്ലാത്ത രക്ഷിതാക്കൾ. നിവൃത്തിയില്ല. ഈ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാനും വയ്യ. കാരണം രാത്രി 7:30 മണി മുതൽ 8:30 മണി വരെ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിന്റെ ഡിസ്കഷൻ ചെയ്യുന്നിടത്ത് ശ്രദ്ധയില്ലാത്ത രക്ഷിതാക്കൾ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ ഈ വാക്കിന് നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു തമ്പൊക്കെ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഈ കൂട്ടത്തിലുള്ള മുഴുവൻ ആളുകളും സ്വന്തം മക്കളെ കുറിച്ച് ശ്രദ്ധയുള്ളവരായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സെഷനിൽ വന്നിരിക്കുന്നത് എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. നോക്കണേ, പക്ഷെ ഒറ്റക്കുട്ടിയുള്ള രക്ഷിതാക്കളുണ്ട്. ഇവിടെയാണ് ബിഹേവിയറൽ പ്രോബ്ലംസ് കൂടുതലായിട്ട് കാണുന്നത്. ബിഹേവിയറൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലേ? കുട്ടിയുടെ അമിതമായ ലാളന, കുട്ടിയെ അമിതമായ കെയറിങ്. എനിക്ക് ഒന്നല്ലേ ഉള്ളൂ, പണ്ടൊക്കെ പറയാറുണ്ടല്ലേ, ഒന്നുള്ളെങ്കിലും മുലക്ക കൊണ്ട് എന്ന് പറയുന്ന ആ പഴയ ഒരു കമന്റുകളുണ്ട്, പഴയ പഴഞ്ചൊല്ലുകളുണ്ട്. ഈ പഴഞ്ചൊല്ല് പോലെ ഒന്നേ ഉള്ളെങ്കിലും ആ ഒന്നിന്റെ വളർത്തിൽ അഥവാ പാരന്റിങ്ങിൽ വരുന്ന ഏർലി ചൈൽഡ്ഹുഡ് പാരന്റിങ്ങിൽ വരുന്ന ചില മിസ് പാരന്റിങ് കൊണ്ട് കുട്ടികളിലുള്ള പ്രയാസം സൃഷ്ടിക്കുന്നു. ഞാൻ അത് പറയുമ്പോഴാണ് ഞാൻ നേരെ ക്ലാസ് റൂമിലേക്ക് വരുന്നു. എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് റൂമിലേക്ക് വരുന്നു. നിങ്ങളുടെ ഈ 4 പാരന്റിന്റെ കുട്ടികൾ നേരെ ക്ലാസ് റൂമിലേക്ക് വരികയാണ്. ക്ലാസ് റൂമിൽ ഒരു മികച്ച അധ്യാപകനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്കൂളും ഏറ്റവും മോശപ്പെട്ട അധ്യാപകന് സ്കൂളിൽ എന്ത് ചെയ്തു വെക്കില്ല, സ്വാഭാവികമായിട്ട് അധ്യാപകനായി നിയമിപ്പിക്കില്ല. പക്ഷെ എന്തെങ്കിലും കേസിൽ ഒരു അധ്യാപകന് കഴിവുറവുണ്ടെങ്കിൽ തന്നെ മറ്റേതെങ്കിലും സൈഡിൽ പോസിറ്റീവ് ഉണ്ടാവും. വല്ലാത്ത മോശമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ തരത്തിൽ ഗവൺമെന്റ് സ്കൂളുകൾ മാത്രമേ ചില പ്രയാസങ്ങൾ, ബാക്കി എല്ലാ സ്കൂളുകളിലും എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ റെമഡിയൽ ഓപ്ഷനും ട്രാൻസ്ഫറിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വിശ്വസിക്കേണ്ടത് 100% വിശ്വസിക്കുക, നിങ്ങളുടെ അധ്യാപകനെ വിശ്വസിക്കുക. 2-3 മാസം കഴിഞ്ഞ് മാറ്റമില്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഹയർ അതോറിറ്റിയോട് നിങ്ങൾ കാര്യങ്ങൾ ധരിപ്പിക്കുക. ഇവിടെ നോക്കണേ, ഇപ്പോൾ 4 വീടുകളിൽ നിന്നുള്ള കുട്ടികൾ നേരെ ഒരു ക്ലാസ് റൂമിലേക്ക് പോവാണ്. ആർ യു വിത്ത് മീ? എന്റെ കൂടെ ഉണ്ടല്ലോ? യെസ്, എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. 4 വീടുകളിൽ നിന്നുള്ള കുട്ടി ഒരു ക്ലാസ് റൂമിലേക്ക് പോകുന്നത് നിയന്ത്രിക്കുന്നത് ഒരു അധ്യാപകൻ. ഈ ഒരു അധ്യാപകരിൽ ഒരു രക്ഷിതാവിനുള്ള ആഗ്രഹം എന്താന്ന് വെച്ചാൽ, എന്റെ കുട്ടി എന്തോ ആക്കണം, കുട്ടി നല്ല എഞ്ചിനീയർ ആവണം, കുട്ടി നല്ല ഡോക്ടർ ആവണം, ഏറ്റവും മികച്ച ഓഫീസർ ആവണം, അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഹയർ എൻഡ് ഓഫീസുകളിൽ ജോലി ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന, വിപ്ലവം സൃഷ്ടിക്കുന്ന, റവല്യൂഷൻ സൃഷ്ടിക്കുന്ന ഒരു മകനാവണം, മോഡേൺ പേഴ്സണായി എൻ്റെ മകനെ മോൾഡ് ചെയ്യാൻ പറ്റണം എന്നൊക്കെ ഒരു ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരുന്നിടത്താണ് ചിലപ്പോൾ, ഞാൻ ഏക കുട്ടിയുള്ള രക്ഷിതാക്കളെ മുഴുവൻ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ പറയുന്നത് അമിതമായ ലാളന കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സറൗണ്ടിങ്ങിലെ പ്രോബ്ലം കൊണ്ടോ സ്വഭാവത്തിൽ ചില മാറ്റം വന്ന കുട്ടിയും എവിടെ ഉണ്ടാവാം, നമ്മുടെ ഈ കുട്ടി ഈ ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാവും. 40 കുട്ടികൾക്ക് 40 സ്വഭാവമാണ്. ഈ 40 സ്വഭാവമുള്ള കുട്ടികൾക്കിടയിൽ നിന്നാണ് നമ്മൾ സ്പെഷ്യൽ കെയറിംഗ് എന്ന് പറയുന്ന സംഭവം കിട്ടേണ്ടത്. ഈ 40 കുട്ടികളെയും ഒരുപോലെ കൊണ്ടു നടക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ട്രെയിനിങ് പൂർണ്ണമായും ഒരു അധ്യാപകന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും അധ്യാപകനുമായി ബന്ധപ്പെട്ട അഡീഷണൽ വർക്കുകൾ ഉള്ള ലോകമാണ്. നിങ്ങൾ കരുതും പോലെ ഒരു എല്ലാവരും ചിലപ്പോൾ കരുതും അധ്യാപനമാണ് ഏറ്റവും എളുപ്പമുള്ള ജോലി. അങ്ങനെ ഒന്നല്ല. ഏറ്റവും പ്രയാസമുള്ള ജോലിയുടെ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാണ് അധ്യാപനം. പക്ഷെ അതിനേക്കുള്ള അവർ ആസ്വദിക്കുന്നുണ്ട്. എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. അപ്പൊ ഈ അധ്യാപകൻ 40 കുട്ടികളുടെ 40 ചിന്തകളെയാണ് ഏകീകരിക്കേണ്ട ചുമതല അധ്യാപകനുള്ളത്. എൻ്റെ കൂടെ ഉണ്ടെന്ന് കരുതിക്കൊണ്ട് തന്നെ പറഞ്ഞോട്ടെ, ഈ 40 കുട്ടിയിൽ ഒരു കുട്ടിയുടെ സ്വഭാവത്തിന് മോശമുണ്ട്. ആ ഒരു കുട്ടിയുടെ സ്വഭാവം നിർബന്ധമായും പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഈ സ്വഭാവങ്ങൾ എന്ത് ചെയ്യുന്നു,
കുട്ടികളിലേക്ക് പകരുന്നു. ഇവിടെയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഭയപ്പെടുന്നത്. കുട്ടികൾക്ക് എവിടെ നിന്നാണ് സ്വഭാവം കിട്ടുന്നത്? നോക്കിയേ, ചില കുട്ടികൾ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു, ചില കുട്ടികൾ ചിലപ്പോൾ പിന്നെ മോശം സ്വഭാവങ്ങൾ, ഇതുവരെ കാണാത്ത ദൂഷ്യ സ്വഭാവങ്ങൾ കാണുന്നു, ചില കുട്ടികൾ നന്നായി പഠിക്കുന്നു. വൈ? അവിടെയാണ് കൂട്ടുകാർ എന്ന വാക്കിനെ ഞാൻ ഇൻവെർട്ടഡ് കോമിലേക്ക് ഇടുന്നു. കൂട്ടുകാർ. ഹു ഈസ് യുവർ ചൈൽഡ് ഫ്രണ്ട്? ആരാകുന്നു നിങ്ങളുടെ കുട്ടിയുടെ ഫ്രണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതിനപ്പുറത്ത് അയ്യോ ഈ ക്ലാസ്സുള്ള കുട്ടി, ഈ ഒരു കുട്ടിയുള്ള ക്ലാസ്സിൽ എൻ്റെ മകനെ പഠിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഡിസിഷൻ അപ്പുറത്തും ആ കുട്ടിയുടെ ഏറ്റവും മികച്ച കൂട്ടുകാരാരെന്ന് കണ്ടെത്തുകയും നിങ്ങളുടെ കുട്ടിയുടെ 5 മികച്ച കൂട്ടുകാരുടെ പേരുകൾ അറിയുന്ന ഒരു പാരന്റിൽ കൈപൊക്കും. എന്റെ കൂടെയാണെന്ന് കരുതുമ്പോഴാണ് 5. യെസ്, എക്സാക്ട്ലി. താങ്ക് യു, വെരി ഗുഡ്. 5 കുട്ടി, എന്റെ രക്ഷിതാക്കൾക്ക് ഇത് ഭയങ്കരമായ സന്തോഷമാണല്ലോ അല്ലെ? എന്റെ മകന്റെ 5 കൂട്ടുകാരുടെ പേര് അറിയുക എന്ന് പറയുന്നത്, നിങ്ങളുടെ മകളുടെ 5 കൂട്ടുകാരുടെ പേരുകൾ അറിയുക എന്ന് പറയുന്നത് ഒരു രക്ഷിതാവിന്റെ ഏറ്റവും വലിയ കടമ്പകൾ കൂട്ടത്താണ്. ഈ കാലത്ത് ഏറ്റവും വലിയ കടമ്പയിൽപ്പെട്ടതാണ് ഒരു കൂട്ടുകാരൻ്റെ 5 കൂട്ടുകാരുടെ പേരറിയുക. 5 കൂട്ടുകാരുടെ പേരറിയുമ്പോൾ 5 കൂട്ടുകാരുടെ സ്വഭാവം കിട്ടും. അതിൽ നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, മോനെ ഈ അക്കാദമിക് ഇയറിൽ നിന്റെ ക്ലാസ്സിൽ നീ സുഹൃത്തായി സ്വീകരിക്കേണ്ടത് ആരെയാണ്. ഒരു 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളോടൊക്കെ ഇത് നന്നായി പറഞ്ഞു കൊടുത്താൽ അവർക്കത് ബോധ്യപ്പെടും. പക്ഷെ അവരെ നമ്മൾ ഇരുത്തി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എന്നുകൂടി ബോധ്യപ്പെടുത്തേണ്ട ചുമതല രക്ഷിതാക്കൾക്ക്. അപ്പൊ കൂട്ടുകാർ എന്ന വാക്കിന് ഇൻവെർട്ടർ കോമിൽ ഇടുന്നത് അതുകൊണ്ടാണ്. ഇവിടെ നോക്കിയേ, ഇവിടെയാണ് ഒരു ക്ലാസ് റൂമിനകത്ത് സംഭവിക്കുന്ന മറ്റൊരു ടേമാണ്. ഈ ടേമിന് നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെച്ച് സോഷ്യൽ ലോഫിംഗ് എന്നാണ് വിളിക്കുന്നത്. സോഷ്യൽ ലോഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും കിട്ടുന്നില്ല. നേരത്തെ പറഞ്ഞു ഒന്നും കിട്ടാത്ത അവസ്ഥയാണ് നമ്മൾ നേരത്തെ എഡ്യൂക്കേഷണൽ ഡിസ്ലെക്സിയ. സോഷ്യൽ ലോഫിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയല്ല, എല്ലാവർക്കും കിട്ടുന്നില്ല. എന്നാൽ കിട്ടുന്നവരെ മാത്രം, ചില കുട്ടികളെ മാത്രം എന്ത് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു. ഈ ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമായിരിക്കും ക്ലാസ്സുകളിൽ കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ ക്ലാസ് ഇവിടെയാണ് മറ്റുള്ള കുട്ടികൾ പരിഹാസ്യരാവും. ഒന്നും അറിയാത്ത കുട്ടികൾ പരിഹാസ്യരാവുന്ന സംഭവങ്ങൾ നമ്മുടെ ക്ലാസ് റൂമിൽ സംഭവിക്കുന്നു. ഈ ക്ലാസ് റൂം ഒക്കെയാണ് രക്ഷിതാവിന്റെ മനസ്സിലുണ്ടാവേണ്ടത്. ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകൻ കരുതും പോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷെ ഒരു ബ്രില്യന്റ്, ഒരു സൂപ്പർ ടീച്ചർ ആ ക്ലാസ് റൂമുള്ള മുഴുവൻ കുട്ടികളെയും എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ ഒരു മുഴുവൻ കുട്ടികളെയും നമുക്ക് എന്ത് ചെയ്യാം, ഒരു അധ്യാപകൻ കൺട്രോൾ. സോഷ്യൽ ലോഫിംഗ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് അത് സ്വാഭാവികമാണ്. പിന്തള്ളപ്പെടുക എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടെ പ്രത്യേകതയാണ്. സൊസൈറ്റിയിൽ 100 പേരുണ്ട്. ഏറ്റവും നല്ല എഞ്ചിനീയറുടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എഞ്ചിനീയറിംഗ് വർക്ക് കൊണ്ടെടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർ ശരിക്കും ഒരു തരത്തിൽ സോഷ്യൽ ലോഫിങ്ങിന് വിധേയരാവുന്നുണ്ട്. കാരണം സെലക്ഷൻ പ്രോസസ്സിൽ സോഷ്യൽ ലോഫിങ്ങിന് വിധേയരാവുന്നുണ്ട്. മറ്റൊരു തരത്തിൽ ഇപ്പൊ ക്ലാസ്സിൽ തന്നെ അപ്പൊ എന്റെ കുട്ടി സോഷ്യൽ ലോഫിംഗ് വിധേയമാവുന്നുണ്ടോ എന്ന് ഒരു രക്ഷിതാവ് എന്ത് ചെയ്യണം, അലർട്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. 40 കുട്ടികൾക്കിടയിൽ പുതിയ കാലത്ത്, പണ്ടത്തെ കാലത്തെ പോലെ പുതിയ കാലത്ത് നിർബന്ധമായും സ്പെഷ്യൽ അറ്റൻഷൻ നമുക്ക് കൊടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ മറ്റൊരു വലിയൊരു പോയിന്റ്, സോഷ്യൽ ലോഫിങ്ങിന്റെ ഭാഗമായി സംഭവിക്കുന്ന ചില കുട്ടിക്ക് നിരാശ വരാറുണ്ട്. നിങ്ങളുടെ കുട്ടികൾ ദേഷ്യം പിടിക്കൂലേ? ഒരു പക്ഷെ ഒരു 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. തെറ്റിക്കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് തെറ്റി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് വാതിലടിക്കുന്നു, കുറ്റിയിട്ടിരിക്കുന്നു, ബെഡിൽ കുറേ നേരം കരയുന്നു. ഇങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിലെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വാട്ട് ഹാപ്പനിങ് ദിസ് ലൈഫ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സംതിങ് ഹാപ്പൻഡ് ഫ്രം ദ ക്ലാസ് റൂമിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം പ്രിയപ്പെട്ട രക്ഷിതാവിനുണ്ടാവുക. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ വിളിച്ച് ടീച്ചറെ ഫയർ ചെയ്യുന്നതിന് പകരം എന്തായിരുന്നു സംഭവം എന്ന് പഠിക്കുകയും പഠിച്ചതിന് ശേഷം അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ബോധ്യപ്പെടുന്നതിന് ശേഷം റെമഡിയൽ ഓപ്ഷൻ എന്താണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. പുതിയ കാലത്ത് നിങ്ങൾ ഡിസിഷൻ എടുക്കരുത്, നിങ്ങൾ ചില തീരുമാനങ്ങൾ ചെയ്യരുത്, നിങ്ങൾ ചില ആക്ഷൻസുകളെ മുതിരരുത്. ചില എക്സ്പെർട്ടുകളെ നിങ്ങൾ സമീപിക്കുക. എക്സ്പെർട്ടുകളുടെ അഡ്വൈസ്, സ്പോർട്ട് ടൈമിൽ എക്സ്പെർട്ടിന്റെ അഡ്വൈസ് കിട്ടുകയാണെങ്കിൽ ആ അഡ്വൈസ് നിങ്ങൾ ഏറ്റെടുക്കുക. അഡ്വൈസിനനുസരിച്ച് മുന്നോട്ട് പോവുക. വൈ എക്സ്പെർട്സ് എന്തിനാണ് ആവശ്യം എന്ന് ചോദിച്ചാൽ കാലത്തിന്റെ ഒരു ഒഴുക്കും കാലത്തിന്റെ ഒരു സ്വഭാവമൊക്കെ നിങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നത് ഈ തരത്തിലെ എക്സ്പെർട്സുകളാണ്. അതുകൊണ്ട് തന്നെ എക്സ്പെർട്സിന് സ്വഭാവം വേണം. ഇനി നമുക്ക് പഠനത്തിലേക്ക് കടന്നു നോക്കാം.
നന്നായി പഠിക്കുന്ന കുട്ടികൾ. എന്താണ് ശരിക്കും നമ്മുടെ സ്കൂളിങ്ങിൽ കിട്ടുന്ന റിസൾട്ട് എന്താ? ഞാൻ ഇപ്പോൾ ഏറ്റവും അടുത്ത് നമുക്ക് അറിയാം, നമ്മുടെ മുന്നിൽ നിന്ന് ഏറ്റവും വലിയ റിസൾട്ടുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് +2 റിസൾട്ട് വന്നു, SLCയുടെ റിസൾട്ട് വന്നു. ആലോചിക്കേ, നമ്മുടെ കേരളത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് SLC +2 റിസൾട്ടുകളുടെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാലോ. SLC +2ന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിൽ കൂട്ടത്തിൽ SLCക്ക് ഫുൾ A+ കിട്ടണം എൻ്റെ കുട്ടിക്ക് എന്ന് ആഗ്രഹിക്കുന്ന 1ാം ക്ലാസ് മുതലുള്ള 9ാം ക്ലാസ് വരെയുള്ള രക്ഷിതാക്കൾ എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ, അല്ലെങ്കിൽ ഒന്ന് കൈ ഉയർത്തോ. ജസ്റ്റ് യെസ്, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് 9ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഉദ്ദേശമാണ് ഫുൾ A+ SLCക്ക് കിട്ടണം എന്നല്ല, അല്ലെ? ആണല്ലോ, ഫുൾ A+ കിട്ടണമെന്നാണ് ആഗ്രഹം. ശരിക്കും ആഗ്രഹം അതാണ്. സാധാരണ സംഭവിക്കുന്ന +2 കഴിഞ്ഞിട്ട്. ഇന്ന് എനിക്കൊരു കുട്ടി എൻ്റെ ഉച്ചക്ക് സമയത്ത് എൻ്റെ കുട്ടി എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. സ്വാഭാവികമായിട്ടും കൗൺസിലിംഗ് വന്നു. നോക്കണേ, എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി കൗൺസിലിംഗ് വന്നു. പക്ഷെ കൗൺസിലിംഗ് റൈറ്റ് ടൈം ആയതുകൊണ്ട് റൈറ്റ് ഡിസിഷൻ കൊടുക്കാൻ പറ്റി. നമുക്ക് റിപ്പീറ്റേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ പാരന്റ് അടിപൊളിയായിരുന്നു, പാരന്റും കുട്ടിയും ഒക്കെ ആയിരുന്നു. കുട്ടി റിപ്പീറ്റേഷൻ ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ ഒരു ഡിസിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റി. അവരുടെ മാർക്കും സ്കോഴ്സും ഒക്കെ നോക്കിയിട്ട് ഒരു കൃത്യമായ ഗൈഡൻസ് കൊടുക്കാൻ പറ്റി. നോക്കി, നിലവിൽ കോമ്പറ്റീഷൻ എക്സാംസുകളുടെ ലോകത്തേക്കാണ് നമ്മുടെ കുട്ടി പോകാനുള്ളത്. ഒരു സംശയവുമില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് കോമ്പറ്റീഷൻ ലോകത്തേക്കാണ്. ആ ലോകത്തേക്ക് വളർത്തണമെങ്കിൽ ശരിക്കും ക്യാച്ച് ദം യങ് പ്രൊജക്ടുകളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഏറ്റവും വളരെ നേരത്തെ നടത്തുന്ന പ്രൊജക്ടുകൾ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏത് എൻട്രൻസ് ഫോക്കസ്ഡ് ആണെങ്കിലും നിങ്ങൾ ഒരു 6th സ്റ്റാൻഡേർഡ് 8th സ്റ്റാൻഡേർഡ് എന്നു മുതലോ നിങ്ങൾക്ക് അതിന്റെ ഫൗണ്ടേഷൻ സിസ്റ്റത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കൽ പോലും നീറ്റിനെ ഫോക്കസ് ചെയ്യരുത്. +1 +2ലേക്ക് കഴിഞ്ഞതിന് ശേഷം നീറ്റിനെ ഫോക്കസ് ചെയ്ത് തെറ്റ് എന്നല്ല, നിങ്ങൾ അന്നെടുക്കുന്നതിന്റെ എത്രയോ 10 മടങ്ങ് കുറവായിട്ട് നമുക്ക് നേരത്തെ തുടങ്ങി കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ 6th 8th മുതലായ സമയങ്ങളിലേക്ക് തന്നെ ഫൗണ്ടേഷൻ സിസ്റ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ള അത് നമ്മുടെ കിട്ടുന്ന സ്കൂളുകൾ ഉണ്ടെങ്കിൽ സ്കൂളുകൾ ജോയിൻ ചെയ്യിപ്പിക്കാം. കിട്ടുന്ന സംവിധാനങ്ങളുണ്ടെങ്കിൽ ആ സംവിധാനത്തിന്റെ കൂടെ നിങ്ങൾ കൂടെ ആ സംവിധാനത്തിലേക്ക് നിങ്ങളുടെ കുട്ടികളെ അടുപ്പിക്കുക. അതിന്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഈ കുട്ടിയുടെ ഒളിമ്പ്യാഡുകളിൽ പങ്കെടുപ്പിക്കുക. ഞാൻ അക്കാഡമിക്സ് എക്സലൻസിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. കേരളത്തിലുള്ള മാത്രമല്ല, ഇന്റർനാഷണൽ ഒളിമ്പ്യാഡുകളിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കോമ്പറ്റീഷൻ എക്സാമാണ് LSS, USS, NNMS എന്നുള്ള എക്സാംസുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ബ്രില്യൻ്റ് ആയി മക്കൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നു. എത്രയോ മക്കളാണ് വിജയിക്കുന്നത്. ആ കുട്ടിയുടെ ഉള്ളിനുള്ളിൽ കോമ്പറ്റീറ്റീവ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിനോട് ഭയങ്കരമായ ഒരു മാനസിക അടുപ്പം ഉണ്ടാകുകയും ആ ഡിസിപ്ലിൻ പഠനത്തിൽ കൊണ്ടുവരികയും ടെൻഡർ ഓഫ് സൈലൻസിൽ കുത്തിയിരുന്ന് പഠിക്കുക എന്ന് പറയുന്ന ആ ഒരു മോഡിലേക്ക് കുട്ടിയുടെ മനസ്സിൽ സെറ്റ് ചെയ്യാൻ ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാംസുകൾ അല്ലെങ്കിൽ ഒളിമ്പ്യാഡ്സുകളിലേക്ക് നമ്മുടെ മക്കളെ പറ്റും. നിങ്ങൾ നോക്കിയ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ്സുകൾ, സയൻസ് ഒളിമ്പ്യാഡ്സുകൾ, മാത്തമാറ്റിക് ഒളിമ്പ്യാഡ്സുകൾ, ഇങ്ങനെയുള്ള ഒളിമ്പ്യാഡ്സുകൾ എവിടെ കണ്ടോ പാരന്റ് എന്ന നിലക്ക് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യിക്കണം. ജോയിൻ ചെയ്ത് ആ കുട്ടി അതിലേക്ക് ചെയ്യണം. അവന്റെ സ്കില്ല് സയൻസിലാണെങ്കിൽ സയൻസ് ഒളിമ്പ്യാഡിൽ പങ്കെടുക്കട്ടെ, ലാംഗ്വേജ് ഒളിമ്പ്യാഡിലാണ് ലാംഗ്വേജിൽ അവർ പങ്കെടുക്കട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കെടുക്കുന്നത് കൊണ്ട് അവൻ ഹയർ എൻഡ് ക്ലാസ്സുകളിലേക്ക് എത്തുന്നതോടുകൂടി അവന്റെയും മനസ്സിലേക്കുള്ള ഒരു വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ അവന്റെ കരിയറിലേക്കുള്ള ഒരു നടത്തത്തിന്റെ ഒരു ചിന്ത വലുതായി തുടങ്ങും. ലോകത്തെ വലുതായി കാണാൻ തുടങ്ങും. അതുപോലെ തന്നെ ആ വലുതായി പറ്റുന്ന തരത്തിലേക്ക് പേരൻസ് ലക്ഷ്യം വെക്കണം. അപ്പൊ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് കൊണ്ടുപോകാം, തേർഡ് പാർട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോകാം. ഇപ്പൊ ഇവിടെ നമുക്കറിയാം ലൈഫ് ലേണിംഗ് അതിന്റെ ഒരു പ്രോസസ് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ് ബി ഫ്രാങ്ക്. അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ട്. ഈ സപ്പോർട്ടുകളൊക്കെ പറ്റാവുന്ന നിങ്ങൾക്ക് ആസ് യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സുകൾ എടുക്കാം. അതിന്റെ കൂടെ തന്നെ മറ്റൊരു സാധനമാണ് ക്ലാസ് റൂമിൽ നടക്കുന്ന മറ്റൊരു പ്രോസസിനെ കുറിച്ച് ഞാൻ പറയാം. ഗ്രൂപ്പ് തിങ്കിങ്. വാട്ട് ഈസ് എ ഗ്രൂപ്പ് തിങ്കിങ്? ആക്ച്വലി വാട്ട് ഈസ് എ ഗ്രൂപ്പ് തിങ്കിങ്? അധ്യാപകർ ആരെങ്കിലും ഉണ്ടോ ഇതിന്റെ കൂടെ? അധ്യാപകരുണ്ടെങ്കിൽ അധ്യാപകർക്ക് ഒന്ന് എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഒരു ഹായ് യെസ്, അധ്യാപകരുണ്ട്. അധ്യാപകർക്ക് നന്നായിട്ട് അറിയാം എന്താണ് ഗ്രൂപ്പ് തിങ്കിങ്. വെരി ഗുഡ്. ആക്ച്വലി വാട്ട് ഈസ് എ ഗ്രൂപ്പ് തിങ്കിങ്? ഗ്രൂപ്പ് തിങ്കിങ് എന്ന് വളരെ സിമ്പിളാണ്. കുട്ടികൾ കണ്ട പോസ്റ്റ് കോവിഡിന്റെ കുട്ടിയുടെ സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് ഗ്രൂപ്പ് തിങ്കിങ്. ഡിസോർഡർ എന്ന് വിളിക്കാൻ പറ്റില്ല, ബിഹേവിയർ ആണ് ഗ്രൂപ്പ് തിങ്കിങ്. ആക്ച്വലി വാട്ട് ഈസ് എ ഗ്രൂപ്പ് തിങ്കിങ്? യു നോ, ഗ്രൂപ്പ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി ക്ലാസ് റൂമിൽ നോക്കണേ, നമ്മുടെ കുട്ടികളുടെ ഒരു പ്രത്യേകത നോക്കണേ. നിങ്ങളുടെ കുട്ടിയുടെ വാട്സപ്പിനകത്ത് നിങ്ങളുടെ കുട്ടികളുടെ
നിങ്ങളുടെ ഫോണിനകത്ത് വേറെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഏതാണെന്നറിയോ? 3 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് പേരൻസിന് മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പ്, ഒന്ന് സ്റ്റുഡൻസിന്റെ ക്ലാസ്സിലെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ്, ഒന്ന് കുട്ടികൾക്ക് മാത്രം വാട്സപ്പ് ഗ്രൂപ്പ്. വാട്സപ്പ് ഓർ ഇടണോ, വാട്സപ്പ് മാത്രമാണോ അല്ലെങ്കിൽ ടെലിഗ്രാം ആണോ, എന്തോ ആയിക്കോട്ടെ. ഇങ്ങനെ 3 വാട്സപ്പ് ഗ്രൂപ്പ് സ്വാഭാവികമായിട്ടും ഒരു 5th AL പഠിക്കുന്ന കുട്ടിക്ക് 3 വാട്സപ്പ് ഗ്രൂപ്പാണ്. ഒന്ന് വാപ്പാക്ക്, ഒന്ന് ടീച്ചർക്ക്, ഒന്ന് കുട്ടിക്ക്. ഈ 3 വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇത് ഗ്രൂപ്പ് തിങ്കിങ്ങിന്റെ പ്രോസസ്സാണ്. ഇത് കുട്ടികളിൽ മാത്രമല്ല, പോസ്റ്റ് കോവിഡിന് ശേഷം വെറുതെ ഇരുന്ന് മനുഷ്യന്മാർക്ക് കിട്ടിയ ഒരു സ്വഭാവമാണ് ഗ്രൂപ്പ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് അഥവാ കളക്ഷൻ ഇന്ന് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നടക്കുന്നു. ഇതൊക്കെ അത് എന്താന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി തരാം. സ്കൂളിൽ അധ്യാപകൻ പറയാണ്, നോക്കണേ, നിങ്ങളുടെ കുട്ടി അതിൽ ഉണ്ടാവാൻ പാടില്ല. നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സൂചന തരുന്നത്. നിങ്ങൾ കുട്ടി ഉണ്ടാവാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അധ്യാപകൻ ക്ലാസ്സിൽ പറയുന്നു, നാളെ നോട്ട് എഴുതണം, അല്ലെങ്കിൽ നാളെ ചാപ്റ്റർ 1 to ചാപ്റ്റർ 1ന്റെ ലാസ്റ്റ് പോയിന്റ് വരെ നമ്മൾ പഠിക്കണം എന്ന് അധ്യാപകൻ പറയുകയാണ്. ഈ പറയുന്ന സമയത്ത് കുട്ടികൾ ഓക്കെ പറഞ്ഞ് സ്കൂളിൽ നിന്ന് വീട്ടിൽ പോവാണ്. സ്കൂൾ വീട്ടിൽ പോയതിന് ശേഷം ഒരുത്തൻ ഗ്രൂപ്പിൽ ഇടുകയാണ്, ഇവരുടെ ഗ്രൂപ്പിൽ ഒരുത്തൻ ഇടുവാണ്, എടാ നാളെ ഞാൻ പഠിക്കൂല, നമ്മൾ എല്ലാവരും പഠിക്കാതെ വന്നാലോ. എനിക്ക് ഞാൻ നാളെ പഠിക്കില്ല, നാളെ എല്ലാവരും പഠിക്കാതെ വന്നാലോ എന്ന് ഈ കുട്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ നൈറ്റ് ഇടാണ്. അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ഡിസിഷൻ എടുക്കാണ്, ഇവർ ഗ്രൂപ്പായി തീരുമാനം എടുക്കുക. നോക്കണേ, ഒരു അധ്യാപകൻ പിറ്റേന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വരിക ക്ലാസ്സിലെ. ഇവർ ക്വസ്റ്റ്യനിങ് അല്ല, പഠിച്ചതും പഠിച്ചോ എന്ന് കുട്ടിയിൽ നിന്ന് പരിശോധന നടത്താൻ വേണ്ടി വരുന്ന സമയത്ത് ഒരു കുട്ടി ഏതൊന്നും അറിയില്ല. നോക്കുമ്പോൾ ഒരൊറ്റ കുട്ടിക്കും അറിയില്ല. അധ്യാപകൻ ആ ദിവസം തന്നെ പോവുകയാണ്. ഇതാണ് ഗ്രൂപ്പ് തിങ്കിങ്. കുട്ടികൾ ഒരുത്തൻ പഠിക്കണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും അതിനോട് യോജിക്കുന്നു. അധ്യാപകൻ ക്ലാസ് റൂമിൽ പ്രയാസപ്പെടുന്നു. ഇത് സ്വാഭാവികമായിട്ടും പേരൻസിന്റെ ഇടയിലുണ്ട്. നമുക്ക് അധ്യാപകർക്കെതിരെ ഒന്നിച്ച് നമുക്ക് ഇറങ്ങാം. പേരൻസിന്റെ അകത്ത് ഗ്രൂപ്പ് തിങ്കിങ് ഉണ്ട്. എന്നോട് അഗ്രി ചെയ്യുന്നുണ്ട് തോന്നുന്നു. അതേപോലെ തന്നെ അധ്യാപകർക്കിടയിലും ഗ്രൂപ്പ് തിങ്കിങ് തൽക്കാലം ഇങ്ങനെ ഉണ്ടാവട്ടെ, ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ ഉണ്ടാവാറുണ്ട്. ഇത് ടോട്ടൽ ഒരു ഗ്രൂപ്പ് തിങ്കിങ്. സോ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുട്ടിയോ നമ്മളോ ഇത്തരം ഗ്രൂപ്പ് തിങ്കിങ്ങുകൾ ഉൾപ്പെടാൻ പാടില്ല. ഈ ഗ്രൂപ്പ് തിങ്കിങ് അക്കാഡമിക് എക്സലൻസിനെ ബാധിക്കുന്നു, ബിഹേവിയറൽ ചേഞ്ചസിനെ ബാധിക്കുന്നു. ഇങ്ങനെ ഒരു ബാധിക്കൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ പ്രോസസ്സ് നമ്മുടെ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുമെന്ന് ആദ്യം തിരിച്ചറിയണം. കുറേ വർഷം കഴിഞ്ഞ് നിങ്ങൾ പറയാണ്, കുട്ടികൾ പ്രിൻസിപ്പൽ അടുത്ത് പോയിട്ട് പറയുന്നത് എന്തായിരുന്നു? സ്വാഭാവികമായിട്ട് പറയുന്ന വാക്കാണ്, സാറേ ആദ്യം കഴിഞ്ഞ വർഷം ഒന്നും ഇങ്ങനെ ഇല്ലായിരുന്നു, ഈ വർഷം തുടക്കത്തിലാണ് ഇങ്ങനെയൊക്കെ അല്ല, ഈ വർഷം തുടക്കത്തിനും പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഒരു സെക്കൻഡ് ടൈമിൽ എക്സാമിനേഷൻ കഴിഞ്ഞപ്പോഴാണ് ഇവന്റെ പഠിത്തം മോശമായി തുടങ്ങി, ഇവന്റെ സ്വഭാവം മോശമായി തുടങ്ങി. നിങ്ങൾ നോക്കണേ, അവസരങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ്. അപ്പൊ ഞാൻ പറയുന്നത് വാട്സപ്പ് വേണ്ടാന്നോ, അല്ലെങ്കിൽ ഗ്രൂപ്പ് വേണ്ടാന്നോ, അല്ലെങ്കിൽ അത് ഒഴിവാക്കണമെന്നോ, ആസ് യു ലൈക്ക്, പർപ്പസ്ഫുൾ ആണെങ്കിൽ നിലനിൽക്കട്ടെ. പുതിയ കാലത്ത് ഇതൊന്നും ഇല്ലാണ്ട് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തെ, ഈ ഒരു സംവിധാനത്തെ നിങ്ങളുടെ കുട്ടി നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ ഏറ്റവും ബ്രില്യൻ്റ് ആവണമെങ്കിൽ ചില അലർട്ടുകൾ ആസ് എ പാരന്റ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നൊരു സാധനമാണ് ഗ്രൂപ്പ് തിങ്കിങ് കഴിഞ്ഞാൽ മറ്റൊന്നാണ് ബാക്ക് ടു ബേസിക്സ്. വാട്ട് ഈസ് എ ബാക്ക് ടു ബേസിക്സ്? കുറെ വർഷങ്ങൾക്ക് മുന്നേ അമേരിക്കയിലൊക്കെ നടത്തിയ ഒരു പ്രോസസ്സാണ് ബാക്ക് ടു ബേസിക്സ്. നമ്മുടെ കുട്ടി നേരത്തെ പറഞ്ഞില്ലേ, എഡ്യൂക്കേഷണൽ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞു, എല്ലാ സംഭവം നമ്മൾ കൊടുക്കുന്നുണ്ട്. കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു. നമ്മുടെ ലൈഫ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. പക്ഷെ നമുക്കൊന്നും കിട്ടുന്നില്ല. നമുക്ക് കിട്ടിയില്ലെങ്കിൽ സങ്കടമില്ല, ആർക്ക് കിട്ടുന്നില്ല, അവർക്കെങ്കിലും കിട്ടുന്നില്ല. ഈ ഒരു സാധനമാണ് ഇവിടെ. ചില ബാക്ക് ടു ബേസിക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം. വട്ട് ഈസ് ദ ബാക്ക് ടു ബേസിക്? ബാക്ക് ടു ബേസിക് എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാൽ എവറിത്തിങ് ടു ബി ബേസിക്കിലേക്ക് മടങ്ങുക. എല്ലാം, അത് സ്വഭാവമായിക്കോട്ടെ, പഠനമായിക്കോട്ടെ, അതുപോലെ തന്നെ അവന്റെ ഇടപെടലായിക്കോട്ടെ, ബേസിക് അഥവാ ഇല്ലാത്തതാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, ഉദാഹരണം അവൻ പഠിക്കുന്നില്ല, അവന് ബേസിക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക, റെമഡിക്കൽ ഓപ്ഷൻസിന് കൊണ്ടുവരിക, തേർഡ് പാർട്ടികൾ കൊടുക്കുക, ഇൻഷുറൻസുകൾ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തിട്ട് ആദ്യം തറ റെഡിയാക്കുക, ആദ്യം ലെവൽ നന്നാക്കുക, ആ ബേസിക്കിലേക്ക് കൊണ്ടുവരിക. എവിടെ നിന്നാണോ കിട്ടുന്നത് ഏറ്റവും മികച്ച ക്വാളിറ്റി ഉള്ളത് കൊടുത്തിട്ട് നിങ്ങൾ അവിടേക്ക് കൊണ്ടുവരിക. അതിനുശേഷം സ്വഭാവമാണ്, പക്ഷെങ്കിൽ സ്വഭാവം നന്നാക്കാനുള്ള ഇടപെടലുകൾ നടത്താൻ പറ്റുന്ന കൗൺസിലേഴ്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. അവനെ ആദ്യം നിങ്ങൾ മൗൾഡ് ചെയ്യുക, അവളെ മൗൾഡ് ചെയ്യുക. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ നോക്കിയ 5ാം ക്ലാസ്സിൽ മുഴുവൻ അക്കാഡമിക് ഉള്ളവൻ പഠിച്ചില്ല എന്ന് കരുതുക, എന്നാൽ പോലും ബേസിക് ഉണ്ടാക്കണം. ബേസിക് ഉണ്ടാക്കുക. ബേസിക് ഉണ്ടോ എന്ന് തിരിച്ചറിയുക. അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ? അത് തിരിച്ചറിയാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സിലേക്ക് നിങ്ങൾ മടങ്ങണം എന്ന് പറയും. 1 to 2 മന്തിന്റെ ഇടയിൽ നിങ്ങളുടെ കുട്ടിയുടെ ഏറ്റവും കൂടുതൽ കുട്ടിയായിട്ട് ഇടപെടുന്ന ആളാണ് നിങ്ങളുടെ ടീച്ചർ. ആ ടീച്ചറോടും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നും നിങ്ങൾ രക്ഷിതാവെന്ന നിലക്ക് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഇത് എടുക്കുക. എടുത്തതിന് ശേഷം ഈ
കടക്കുക എന്നുള്ളതാണ്. സോ മറ്റൊരു കാര്യം നോക്കി, കുട്ടികളുടെ ഏറ്റവും വലിയ പ്രയാസമാണ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടിയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ. LKG കുട്ടിയാണെങ്കിൽ നോക്കണേ, LKG കുട്ടി സ്കൂളിൽ നിന്ന് വന്നാൽ കുട്ടി എപ്പോഴും കഥ പറയാനായിരിക്കുക. സ്കൂളിലെ കഥ അല്ലെങ്കിൽ ടീച്ചർ നിങ്ങളോട് പറയുന്ന കുട്ടിയുടെ കഥയായിരിക്കും, കുട്ടികളെ കുറിച്ചുള്ള അവസ്ഥകളായിരിക്കും. അപ്പൊ ഈ കഥകൾ പറയുന്ന സമയത്ത് ഈ കഥ കേട്ടുകൊടുക്കുക എന്ന് പറയുന്ന ഒരു സമയം നമുക്കുണ്ടാവണം. അപ്പൊ നമ്മളൊക്കെ തിരക്കുള്ളവരാണ്, ഞാൻ പോലും തിരക്കുള്ളവർ, എന്നാൽ പോലും കുറച്ച് സമയങ്ങളൊക്കെ അവന് വേണ്ടിയോ അവൾക്ക് വേണ്ടിയോ നമ്മൾ മാറ്റിവെക്കാറുണ്ട്. ഈ കേട്ടുകൊടുക്കുക എന്ന കൂടെ ചില ക്വസ്റ്റ്യനിങ്ങൾ ഇടുക. അപ്പൊ ചില കുട്ടികളുണ്ട് റബൈസം കാണിക്കുന്ന മക്കള്. ചില മക്കൾ എൻ്റെ ഈ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾക്ക് ആരെങ്കിലും റബലിസം കാണിക്കുന്ന മക്കൾ കൂടെ ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് ലൈക്ക് അടിക്കുക. അവൻ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്. മീൻസ് അവരെന്തിനും വാശി പിടിക്കുന്നു, എന്തിനും എതിരായി നിൽക്കുന്നു. പിന്നെ ശരിക്കും ആരാണ് റെബലായി നിൽക്കുന്ന ആളെ ശരിക്കും അറിയോ? ഈ റെബലുകൾ ഉണ്ടാവുന്നത് ദിഷണാശാലികളാണ്. ദിഷണാശാലികളാണ് റെബല്. അപ്പൊ ദിഷണാശാലികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിവുള്ള ആളുകൾ, കുറച്ച് നന്നായി ചിന്തിക്കുന്ന ആളുകൾ, നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ, ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ കഴിയുന്നുള്ള ആളുകളാണ് റെബലാവുന്നത്. ഈ റെബലാകുന്ന കുട്ടിയെ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കൃത്യമായി അറിയുന്ന ഒരു രക്ഷിതാവും ഒരു അധ്യാപകനും ഉണ്ടെങ്കിൽ ആ കുട്ടിയായിരിക്കും സൊസൈറ്റിക്ക് ഏറ്റവും പ്രൊഡക്റ്റീവ് ആവുന്നുള്ള. അപ്പൊ സിസ്റ്റത്തിനോട് എതിരായിരിക്കും ഇയാൾ, എപ്പോഴും സംവിധാനത്തോട് എതിരായിരിക്കും ഇയാള്. അപ്പൊ അയാൾക്ക് കുറെ സ്വപ്നങ്ങളുണ്ട്, ഈ കുട്ടിക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഈ ആഗ്രഹങ്ങളിലേക്ക് ഈ കുട്ടിയുടെ ഈ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ തടസ്സമാകുമ്പോഴാണ് കുട്ടി എപ്പോഴും, കുട്ടിയെന്നല്ല ഈവൻ പൊളിറ്റിക്കലി റെബലാവുന്നവരാരാ? ഒരു പാർട്ടിക്കകത്ത് നിന്ന് റെബലാവുന്നവർ കുറച്ച് ദിഷ്ണാപരമായ അയാളെ കുറച്ച് വൃത്തിക്കായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും റെബലിസം. പക്ഷെ റെബലിസം കാണിക്കുന്നവർ കാണിച്ചു തുടങ്ങിയാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ അയാൾ മോശപ്പെട്ടവനായി ചിത്രീകരിക്കപ്പെടും. അയാളത് കാണിക്കാതിരിക്കാനുള്ള ഒരു ഗൈഡൻസ്, ഒരു മെന്ററിങ് നമ്മുടെ കുട്ടിക്ക് കൊടുക്കണം. ആ സ്വഭാവം കാണിച്ചു തുടങ്ങുന്നുണ്ടെന്ന് കണ്ട സമയം തന്നെ നിങ്ങളൊരു അഡീഷണൽ മെന്റർ സപ്പോർട്ട് അവിടെ കൊടുക്കണം. അപ്പൊ ഈ മെന്റർ സപ്പോർട്ട് നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ കൊണ്ട് കഴിയില്ല, എത്ര പറഞ്ഞാലും ഇന്നത്തെ പുതിയ പാരന്റിങ് അനുസരിച്ച് കുട്ടിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. ഞാൻ കുട്ടി എന്ന് പറഞ്ഞത് ഇത്രയും പറയാൻ കാരണം, ഇതിലൂടെ നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ, ഇത്രയും കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ഒരു ശ്രദ്ധകൾ കൊണ്ടുപോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത അക്കാഡമിക് ഇയറിൽ നമുക്കത് വലിയ മാറ്റം ഉണ്ടാവും. നമ്മുടെ കുട്ടികൾ വലിയ മാറ്റം ഉണ്ടാവും. നോക്കിയേ, അക്കാഡമിക്സിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഈ ഏറ്റവും മോശപ്പെട്ട സബ്ജക്ട് ഏതെന്ന് അറിയാത്തടത്തോളം കാലം നമുക്ക് അതിനെക്കുറിച്ച് കുട്ടിക്ക് മനസ്സിലാവുക. അപ്പൊ ഉദാഹരണത്തിന് കുട്ടി മാത്തമാറ്റിക്സ് വീക്കാണ്, കുട്ടി നിങ്ങൾ നാളത്തെ ഒരുങ്ങലിന് വേണ്ടി ഒരുങ്ങാനുള്ളതൊക്കെ ഒരുങ്ങണേ. ഞാൻ യൂണിഫോം ഉണ്ട്, എനിക്കറിയാം, ഞാൻ വീണ്ടും പറയാണ്, സേഫ്റ്റി ഉണ്ട്. കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ മഴക്കാലമാണ്, സേഫ്റ്റിന്റെ എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കാതെ. എന്നാൽ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ കുട്ടി ഫൈനൽ ഇയറിൽ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇയർ എൻഡിൽ കഴിയുന്ന സമയത്ത് ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയറിലേക്കാൾ മികച്ച മാർക്സും വേണം, ബിഹേവിയറും വേണം, അതുപോലെ തന്നെ മാർക്ക് ഡിഫറൻസും വേണം. ഈ 3 കാര്യം നിങ്ങളുടെ മകൻ മകൾ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ ഇതിലൂടെ പോകണമെന്ന് പറയുന്നത്. ഇത് മക്കളോട് പറയുകയാണെങ്കിൽ മക്കൾ ഇനി എന്താ വീട്ടിൽ, ഞാൻ ക്വസ്റ്റ്യനിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. ക്വസ്റ്റ്യനിങ് എന്ന് പറയുമ്പോൾ കുട്ടിയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ എന്താ? വീട്ടിൽ പോയിട്ട് കുട്ടിയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ എന്താണെന്ന് അറിയാം നിങ്ങൾ? ഇന്നെന്താ ഈ കഥ കേൾക്കാൻ പറയും, ഇന്ന് എന്തായിരുന്നു സ്കൂളിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നതിന്റെ കൂടെ നീ ഇന്ന് ആരോടൊക്കെ കൂടെ കളിച്ചു എന്ന് ചോദിക്കാം. ഉദാഹരണം, ചെറിയ കുട്ടികളാണെങ്കിൽ. വലിയ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ നിനക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. അപ്പോൾ അഥവാ യെസ് ഓർ നോ എന്ന് പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാം. അഥവാ കുറച്ചും കൂടി വിശാലമായി കുട്ടിക്ക് പറയാൻ ഉണ്ടാകുന്ന അഥവാ നിർബന്ധിതമാകുന്ന അവസ്ഥ വരുന്ന ആ അവസ്ഥയിലുള്ള ചില ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കാം. നോ എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല. അവനെ കൊണ്ട് കൂടുതൽ മനസ്സ് തുറന്ന് അവളെ കൊണ്ട് കൂടുതൽ മനസ്സ് തുറന്ന് സംസാരിപ്പിക്കാൻ ചില ഓപ്ഷനുകൾ നമ്മുടെ ക്വസ്റ്റ്യനുകൾ ഉണ്ടാവുക. ഇതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ടീച്ചർ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ടീച്ചറുമായി നിരന്തരമായി സംസാരിക്കണം. പക്ഷെ നമ്മളെ പേരൻസിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ടീച്ചർ സംസാരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. ടീച്ചർമാരും മനുഷ്യരാണ്,
വീടുള്ളവരാണ്, കുടുംബമുള്ളവരാണ്, നിങ്ങൾ നോക്കണം. രാത്രി 10:30 മെസ്സേജ് അയച്ചിട്ട് മറുപടി ഇട്ടില്ല എന്ന് പറയരുത്. നിങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടാവും മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സ് പറയുന്ന ഒരു സമയം, ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പറയണം, ഈ സമയം മുതൽ ഈ സമയം വരെ എന്നിട്ട് നിങ്ങൾക്ക് എന്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ബാക്കി എൻ്റെ പേഴ്സണൽ ടൈമിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതായിരിക്കും എന്നൊരു ക്ലാരിറ്റി പാരൻസിനും കൊടുക്കണം. ഇങ്ങനെ എല്ലാം കൂടി കൊണ്ടുപോകുന്ന ഒരു സമയമുണ്ടെങ്കിൽ, ഇങ്ങനെ എല്ലാം കൂടി ഒരു സിസ്റ്റമാറ്റിക് ആയി പോകുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും മികച്ച എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇവിടെയാണ് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. ഒന്ന്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സബ്ജക്റ്റുകളെ കുറിച്ച് ഇപ്പോൾ കേട്ടോളൂ. ഒന്ന് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഈവൻ അത് ചെറിയ ക്ലാസ്സിലാണെങ്കിൽ ബേസിക് സയൻസ്, EVS ഓർ ബേസിക് സയൻസ് എന്ന വിഷയവും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ മാത്സും. നെക്സ്റ്റ് ഒരു 1, 2, 3 വർഷത്തിനുള്ളിൽ NEP വരും, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരും. ഈ NEP വരുമ്പോൾ NEPക്ക് അനുസരിച്ചുള്ള സിസ്റ്റം നിലവിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ അതിന് അഡീഷണൽ സപ്പോർട്ടുകൾ കൊടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആ കുട്ടിക്ക് എവിടുന്ന് കിട്ടും എന്നുള്ളതിൻ്റെ നോളജ് നിങ്ങൾ കിട്ടുന്നിടത്ത് കൊടുക്കുക. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സെഷന്റെ ഒരു വൈൻഡപ്പിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതാണ്. നോക്കണേ, യൂട്യൂബ് ചാനലുകൾ കുട്ടികൾ കാണുന്നു. വാട്ട് എവർ യുവർ ഒപ്പീനിയൻ? ചാനൽ കാണണം? യെസ് പറഞ്ഞോ? പുതിയ കാലത്ത് യൂട്യൂബ് ചാനലുകൾ കാണുന്ന മക്കളുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കയ്യർത്തും. ഉണ്ടോ? യെസ്, യൂട്യൂബ് ചാനൽ വേണോ വേണ്ടേ? യെസ് ഓർണോ? വേണോ വേണ്ടേ? കുട്ടി യൂട്യൂബ് ചാനൽ കാണണോ വേണ്ടേ? കാണണം വേണ്ടേ? കാരണം ഡിജിറ്റൽ ലോകത്താണ്. യെസ് ആണ് മെസ്സേജ് വരുന്നത്. ഡിജിറ്റൽ ലോകത്താണ് നമ്മളുള്ളത്. ഇപ്പൊ പിന്നെ യൂട്യൂബ് ചാനൽ കാണണോ വേണോ എന്ന് ചോദിച്ചാൽ യെസ് ആണ് പറയുന്നത്. നമ്മൾ നോക്കട്ടെ. അപ്പൊ സ്കൂളിൽ പോയിട്ട് കുട്ടിക്ക് എന്താ പണി? സ്കൂളിൽ പോയിട്ട് ശരിക്കും കുട്ടി എന്താ ചെയ്യുന്ന അറിയോ? സ്കൂളിലെ ടീച്ചറോട് പറയും സോഷ്യൽ ഓഡിറ്റിംഗ്. ആ വാക്കാണ് സോഷ്യൽ ഓഡിറ്റിംഗ്. സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ അധ്യാപകർ ഓഡിറ്റ് ചെയ്യുന്ന കാലമാണ്. കുട്ടി പോലും ഓഡിറ്റ് ചെയ്യാണ്. ക്ലാസ് റൂമിൽ കുട്ടി പോലും അധ്യാപകനെ ഓഡിറ്റ് ചെയ്യാണ്. ഏതാണ് മികച്ച അധ്യാപകൻ എന്നുള്ളതിനെ കുറിച്ച് കുട്ടി കമ്പാരിസൺ ചെയ്യണം. ഇത് രണ്ടും തമ്മിലൊരു താരതമ്യ പഠനമാണ് കുട്ടിയുള്ളത്. കുട്ടി ഇങ്ങനെ ക്ലാസ് റൂമിൽ ഇരിക്കും, ഇതെന്തിനു കേൾക്കണം, ഇത് കേൾക്കേണ്ട വല്ല ആവശ്യമൊന്നുമില്ല, ഇതിനേക്കാൾ മികച്ച ക്ലാസ് എവിടെ നിന്ന് കിട്ടും? യൂട്യൂബിൽ കിട്ടുമല്ലോ. അപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളോട് കുട്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ യൂട്യൂബിലെ ക്ലാസ് കേട്ടപ്പോഴാണ് എൻ്റെ ടീച്ചറെ കൊണ്ടുപോയി കിണറ്റിലിടാൻ തോന്നുന്നത് എന്ന് കുട്ടിയുടെ ജോക്ക് കമന്റ് കേട്ട് ആസ്വദിക്കുകയാണ്. ഉമ്മി വാപ്പി അച്ഛനും അമ്മയും ആണല്ലോ. ഇവിടെ നോക്കി, ശരിക്കും ഞാൻ ആ സിസ്റ്റത്തിനെതിരല്ല. കാരണം ഏറ്റവും നന്നായിട്ട് യൂട്യൂബ് സിസ്റ്റം ഉപയോഗപ്പെടുത്തുകയും ബ്ലെൻഡഡ് ലേണിംഗ് വേണമെന്ന് പിന്നെ പുതിയ ലോകം പറയുന്നത്. ഇവിടെ ടീച്ചർ തന്നെ യൂട്യൂബ് ലിങ്ക് അയച്ചു കൊടുക്കുന്നു. ടീച്ചറുടെ ഒരു അവസ്ഥ പിന്നെ മാനസികാവസ്ഥ കൊണ്ടായിരിക്കും, കൂടുതൽ പഠിക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും. ശരിക്കും ഞാൻ പറയുന്ന ഒരു സാധനം പറഞ്ഞുതരാം. യൂട്യൂബിലെ ലൈവ് പ്രോഗ്രാമുകൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. എൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. യൂട്യൂബിലെ ലൈവ് മാരത്തൺ പ്രോഗ്രാം എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമുകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കാം. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് കാണണമെന്ന് ഞാൻ വീഡിയോയിൽ കണ്ടോളാം എന്ന് പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് 1 തവണയോ 2 തവണയോ കുട്ടി വായിച്ചെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം യൂട്യൂബ് കാണിപ്പിക്കാം. ഒരിക്കൽ പോലും ആദ്യം യൂട്യൂബ് കാണിക്കാതിരിക്കുക. 1 തവണയോ 2 തവണയോ ടെക്സ്റ്റ് ബുക്ക് കുട്ടി ക്ലാസ് കിട്ടിയ പഠനത്തെ വായിച്ചതിന് ശേഷം നിങ്ങൾ യൂട്യൂബ് കൊടുക്കുക. അപ്പൊ എന്താ ഗുണം? യൂട്യൂബ് അഡീഷണൽ ഒരു പഠനവും അഡീഷണൽ പിന്നെ ക്ലാസ് എടുക്കലുമായി കുട്ടിക്ക് ഫീൽ ചെയ്യും. ഇനി എന്തുകൊണ്ട് ഞാൻ ലൈവിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് കരുതി കഴിഞ്ഞാൽ, ലൈവ് ചില സമയങ്ങളിൽ ലൈവ് ക്ലാസ് പറ്റും. ലൈവ് യൂട്യൂബ് മാരത്തൺ വലിയ പ്രോഗ്രാമുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എക്സാമിന്റെ തലേന്നുള്ള സാധനങ്ങൾ, അതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. കാരണം അതിനകത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില സംവിധാനങ്ങളുണ്ട്. പക്ഷെ റെക്കോർഡർ കാണാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. റെക്കോർഡർ വീഡിയോ കണ്ടോട്ടെ, ഒരു കുഴപ്പമില്ല. റെക്കോർഡർ വീഡിയോ കാണണമെങ്കിൽ കുട്ടി എന്തായിരിക്കണം? ആവണം. താല്പര്യപ്പെട്ടാൽ മാത്രമേ റെക്കോർഡർ വീഡിയോ കാണുള്ളൂ. ലൈവ് എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റിയുടെ പുറത്ത്, അതുപോലെ തന്നെ ചില ബൂസ്റ്റപ്പിന്റെ പുറത്തൊക്കെ കാണുന്നതിന് കുഴപ്പം പറയല്ല. അതിൽ പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന എന്തായിരിക്കണം? അല്ലെങ്കിൽ നിങ്ങളൊരു പോൾ വെക്കണം കുട്ടിയോട്. ലൈവിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ശ്രദ്ധിക്കുന്ന എന്താ? വാവ് കമന്റ് ഇടാ. ഞാനിപ്പോ പറയുന്നില്ല നിങ്ങളോട് തീപ്പന്തം എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ തീപ്പന്തം, ഒരാൾ തീപ്പന്തം ഇടുമ്പോൾ ബാക്കിയുള്ളവർ തീപ്പന്തം ഇട്ടുകൊണ്ടിരിക്കും. ഈ ഒരു ഇമോജി ഷെയറിംഗിലേക്ക് കുട്ടി ഭയങ്കരമായി അതിൽ ഫോക്കസ്ഡ് ആവും. ഒരു പക്ഷെ അറ്റൻഷൻ എവിടേക്ക് കിട്ടില്ല, ക്ലാസ്സിലേക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ലൈവ് പ്രോഗ്രാമുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും
അതോടൊപ്പം എന്ത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നത്? റെക്കോർഡർ വീഡിയോ കണ്ടോട്ടെ, നിങ്ങൾ അനുവദിച്ചോ? 2 ഡിമാൻഡാണ് ഞാൻ പറഞ്ഞത്. വീട്ടിൽ നിന്ന് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് ഒരു വട്ടമെങ്കിലും വായിപ്പിക്കുക, അതിനുശേഷം കുട്ടിയോട് യൂട്യൂബ് വീഡിയോ കണ്ടോ എന്ന് പറയുക. യൂട്യൂബ് വീഡിയോ അങ്ങനെ ആകുമ്പോൾ കുട്ടി കാണൂല, 100% കാണൂല. കുട്ടി ഏതിലേക്ക് തിരിച്ചു വരും? നേരത്തെ പറഞ്ഞ ബാക്ക് ടു ബേസിക് പോലെ ടെക്സ്റ്റ് ബുക്ക് റീഡിങ്ങിലേക്ക് കുട്ടി വരും. പ്രോത്സാഹിപ്പിക്കണം. മാത്രമല്ല 3-4 മണിക്കൂറുള്ള പ്രോഗ്രാമുകൾ കുട്ടിയുടെ എക്സാമിന്റെ തലേന്നൊക്കെ നടത്തുന്ന പ്രോഗ്രാമുകൾ കുട്ടിയുടെ നല്ല സമയത്ത് നശിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല നേരത്തെ പഠിച്ചതിനൊക്കെ മറപ്പിക്കും ചില പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട്. എന്നാൽ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 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 സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുന്നു, ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ പ്രോഗ്രാമിന്റെ ഭാഗമായി 1, 2, 3, 4 എന്ന സെഷൻ ഉണ്ട്. ഈ സെഷന്റെ കൺക്ലൂഷൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അഥവാ അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് വരുന്ന ഒരു സിസ്റ്റത്തോട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, യോജിക്കണ്ട എന്നാണ് പറഞ്ഞത്. ഇനി ഇത്രയും പറയുന്നതോടുകൂടി ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടാകും. സോ ലൈഫ് ലേണിംഗിന്റെ ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് ഉദ്ദേശിക്കുന്നത് ഇതാണ്. പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്ന കാര്യം, അടുത്ത അക്കാഡമിക് ഇയറിൽ വർഷങ്ങൾ കഴിഞ്ഞു 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ് നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിലേക്ക് പോകുന്ന നിങ്ങൾ അന്ന് പ്രിപ്പറേഷൻ തുടങ്ങുന്നതിനേക്കാൾ മികച്ച ഓപ്ഷൻസുകൾ പലയിടത്തുമുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ലൈഫ് ലേണിംഗ് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമുകളിലേക്ക് തിരിച്ചു വരിക, ബാക്ക് ടു ബേസിക്കിലേക്ക് തിരിച്ചു വരിക, റെമഡിയൽ ഓപ്ഷൻസിലേക്ക് തിരിച്ചു വരിക, അതുപോലെ തന്നെ കുട്ടിയുടെ മാനസിക സ്വഭാവങ്ങൾ, അതുപോലെ മാനസിക വൈകല്യങ്ങൾ, അതുപോലെ തന്നെ കുട്ടിയുടെ വികാരങ്ങൾ, നിങ്ങൾക്ക് കുട്ടിയെ കേൾക്കാൻ ടീച്ചർക്ക് തീരെ സമയമില്ല. സ്കൂളിൽ പഠനം മാത്രമാണ്. ടീച്ചർ മെന്റർ ആവാൻ ടീച്ചർക്ക് പറ്റുന്നിടത്ത് ടീച്ചർ വിജയിക്കുന്നു. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, മെന്റർ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് സപ്പോർട്ടാണ്. അതേസമയത്ത് ടീച്ചർ വെറും ടീച്ചർ ആകുമ്പോൾ കരിക്കുലം ബേസ്ഡ് ആയ പഠനം മാത്രം കൊടുക്കുമ്പോൾ ടീച്ചർക്ക് അതേ പറ്റുള്ളൂ. സമയത്തിനുള്ളിൽ പാഠം തീർക്കണം. പാഠം തീർത്തില്ലെങ്കിൽ പിന്നെ അത് HM കംപ്ലീറ്റ് ചെയ്യും. അതുകൊണ്ട് ടീച്ചർ അഡീഷണൽ സമയം ടീച്ചർ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ് എന്താണ്? ആ ഒബ്ജക്റ്റീവ് നിങ്ങൾ ഇവിടുന്ന് അയക്കുകയാണ് കുട്ടിയെ. ഏത് കുട്ടിയെ അയക്കും? 4 വീടിൽ നിന്നും കുട്ടിയെ അയക്കുന്നു. ഈ 4 വീടിൽ നിന്നും അയക്കുന്ന കുട്ടി നേരെ എവിടേക്ക് എത്തുന്നു? ക്ലാസ് റൂമിലേക്ക് എത്തുന്നു. ക്ലാസ് റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ക്ലാസ് റൂമിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ഞാൻ വിശദീകരിച്ചു. ഈ വിശദീകരണം ഇനി ജീവിതാവസാനം വരെ അല്ലെങ്കിൽ ലോകാവസാനം വരെ എല്ലാ ക്ലാസ് റൂമുകളും ഇങ്ങനെയാണ്. അത് മാറ്റാനൊന്നും പറ്റില്ല. ആ ക്ലാസ് റൂമിൽ നിന്ന് നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കണം. ഈ നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ ഒരുപക്ഷെ നമുക്ക് സമയമില്ലെങ്കിൽ, നമുക്കതിന് പറ്റുന്നില്ലെങ്കിൽ തേർഡ് പാർട്ടി സപ്പോർട്ടുകൾ നമുക്ക് മേടിക്കാം. അതോടൊപ്പം നിങ്ങളുടെ ടീച്ചറെ വിശ്വസിക്കാം. ടീച്ചറോട് നിങ്ങളൊരു നല്ല ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കാം. ടീച്ചറെ വിശ്വസിക്കുന്നു, മാനേജ്മെന്റ് വിശ്വസിക്കുന്നു, അതിലേറെ മക്കളെ വിശ്വസിക്കുന്നു, നിങ്ങളുടെ കുട്ടിയെയും ധരിപ്പിക്കുന്നു. എന്തിനാണ് നിന്നെ ഇങ്ങനെ? ഞാൻ നിർബന്ധമല്ല, അവനോട് സഹകരിക്കുക. പുതിയ കാലത്ത് എപ്പോഴും പറയാറുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ അച്ഛൻ മകനോട് പറയാണ്, അച്ഛാ ഞാൻ അച്ഛനെ ഫോളോ ചെയ്തിട്ടുണ്ട്, അച്ഛൻ തിരിച്ചൊന്ന് ഫോളോ ചെയ്യണേ എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ ആര് പറയുന്നത്? മകൻ പറയുന്നു. ഫേസ്ബുക്കിൽ മകൻ പറയുന്നത്, ഉപ്പ ഞാൻ നിങ്ങൾക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അടിച്ചിട്ടുണ്ട്, നിങ്ങൾ തിരിച്ചൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അടിക്കണേ എന്നാണ്. അതാണ് കാലം. ആ കാലത്തിനനുസരിച്ചുള്ള, എന്നാൽ നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് കിട്ടാൻ അലേർട്ടായ, നേരത്തെ പറഞ്ഞ സോഷ്യൽ ലോഫിങ്ങിനെ കുറിച്ച് അലേർട്ടായ, എഡ്യൂക്കേഷണൽ ഡിസ്ലെക്സിയെ കുറിച്ച്. എഡ്യൂക്കേഷണൽ ഡിസ്ലെക്സിയ എന്ന് പറയുന്ന സംഭവം നമ്മുടെ കുട്ടിക്ക് ഇനി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റെമഡിയൽ ഓപ്ഷൻ വളരെ പെട്ടെന്ന് തേടാൻ ഇത്തരം പ്രോഗ്രാമുകളിലൂടെ, ഇത്തരം ടീമുകളിലൂടെ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇതിന്റെ ഭാഗമായി സംസാരിക്കുന്ന ഭാഗമായിട്ട് പറയുന്നു, ഇവർ നടത്തുന്ന ഫൗണ്ടേഷൻ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇതിനുമായി ബന്ധപ്പെട്ടു, ഇവരുടെ ടീമുമായി ബന്ധപ്പെട്ടു, ലൈഫ് ലേണിംഗിന്റെ പിന്നെ കൗൺസിലേഴ്സുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ചോദിക്കാം. ഏറ്റവും ബെസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് അതുമായി അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്യാം. അത് എസ് യു ലൈക്ക്. കാരണം ഡിസൈഡ് ചെയ്യാനുള്ള തീരുമാനം നിങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷെ വിശ്വസിക്കുന്നു മികച്ച പ്രോഗ്രാമുകളായി പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇവർ കൊടുത്തു വരുന്നു എന്ന് അറിയുന്നു. വളരെ സന്തോഷം. അത് എഡ്യൂക്കേഷൻ ഡിസ്ലെക്സിയ സംഭവിക്കാൻ പാടില്ല. ഗ്രൂപ്പ് തിങ്കിങ്ങിന് നമ്മുടെ മകൻ അതിലൊരു മെമ്പർ ആവാൻ പാടില്ല. അതോടൊപ്പം തന്നെ ബാക്ക് ടു ബേസിക് നമ്മുടെ ഭാഗമാവണം. എന്നിട്ട് ഞാൻ പറയുന്ന ഒരു വലിയ വാക്കാണ്, എൻ്റെ ഈ സെഷൻ ഇങ്ങനെ അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നോ ചൈൽഡ് ലെഫ്റ്റ് ബിഹൈൻഡ്. അല്ലെ, ഒരു കുട്ടിയും തള്ളപ്പെട്ടു പോകാൻ പാടില്ല. ഒരു കുട്ടിയും ഈ സിസ്റ്റത്തിൽ നിന്ന് തള്ളപ്പെട്ടു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്തുള്ള മുഴുവൻ കുട്ടിക്കും, ഏത് കുട്ടിയാണെങ്കിലും അവൻ്റെതായ ഒരു ലോകമുണ്ട്, അവൻ്റെതായ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് വിശ്വസിച്ച് മകന്റെ കഴിവിൽ വിശ്വസിക്കുക, മകന്റെ കഴിവുകളിനെയും തിരിച്ചറിയുക, ബലഹീനതകളെ തിരിച്ചറിയുക,
ടീച്ചറുടെ കഴിവിൽ വിശ്വസിക്കുക, ടീച്ചറുടെ കഴിവുകളെ തിരിച്ചറിയുക, ഒരു പാരസ്പര്യ ഷെയറിംഗ് മൈൻഡ് ഉണ്ടാക്കുക. നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂൾ ഏറ്റവും മികച്ച സ്കൂളാണ്, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ മികച്ച ടീച്ചറാണ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു റെമഡിയൽ ഓപ്ഷൻ ഈ ലോകത്തുണ്ട്. നിങ്ങളുടെ മക്കളും നമ്മുടെ മക്കളും നമ്മുടെ വിദ്യാഭ്യാസവും ഒക്കെ മനോഹരമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.